സുവിശേഷത്തിൻ ദീപവെളിച്ചം ആത്മാർപ്പണം വചനം സത്യം ജീവദായകം വചനം സത്യം ജീവദായകം വചനം സത്യം ജീവദായകം അധ്വാനിപ്പവർ തൻ സിരകളിലൊഴുകും ജീവൻ പകരും ദിവ്യഭോജനം. അധ്വാനിപ്പവർ തൻ സിരകളിലൊഴുകും ജീവൻ പകരും ദിവ്യഭോജനം. അതിരുകൾ ഭേദിക്കും സ്നേഹത്തിൻ്റെ രശ്മികൾ ഞങ്ങളെ ഉണർത്തുന്ന പുതിയ പ്രഭാതം. അതിരുകൾ ഭേദിക്കും സ്നേഹത്തിൻ്റെ രശ്മികൾ ഞങ്ങളെ ഉണർത്തുന്ന പുതിയ പ്രഭാതം. മന്ന 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 ഒരിത്തിരി ഇടം തരുമോ എന്നീശോയെ, നിൻ ഹൃത്തിലെന്നെ ചേർത്തിടുമോ? ഒരിത്തിരി ഇടം തരുമോ എന്നീശോയെ, നിൻ ഹൃത്തിലെന്നെ ചേർത്തിടുമോ? നിന്റെ സ്നേഹം ഞാൻ നുകർന്നോട്ടെ, നിന്റെ ഹൃത്തിൽ ഞാനൊന്നലിഞ്ഞോട്ടെ. നിന്റെ സ്നേഹം ഞാൻ നുകർന്നോട്ടെ, നിന്റെ ഹൃത്തിൽ ഞാനൊന്നലിഞ്ഞോട്ടെ. എൻ്റെ ഈശോയേ, എൻ്റെ ഈശോയേ, ഒരിത്തിരി ഇടം തരുമോ എന്നീശോയെ, നിൻ ഹൃത്തിലെന്നെ ചേർത്തിടുമോ? എനിക്കുമെൻ്റെ ഈശോയ്ക്കും ഇനിയൊരു സ്വഭാവം മാത്രം
എനിക്കും എൻ്റെ ഈശോയ്ക്കും ഇനിയൊരു ഹൃദയം മാത്രം, എനിക്കും എൻ്റെ ഈശോയ്ക്കും ഇനിയൊരു സ്വഭാവം മാത്രം, എനിക്കും എൻ്റെ ഈശോയ്ക്കും നിന്റേതെല്ലാം എനിക്കും എന്റേതെല്ലാം നിനക്കും, നിന്റേതെല്ലാം എനിക്കും എന്റേതെല്ലാം നിനക്കും, എൻ്റെ ഈശോയേ, എൻ്റെ ഈശോയേ. ഒരിത്തിരി ഇടം തരുമോ എന്നീശോയെ, നിൻ ഹൃത്തിലെന്നെ ചേർത്തിടുമോ? സുഖമെനിക്കിനി വേണ്ട ഈശോയെ, നീ മാത്രം മതി എനിക്കുമെന്നും ഈശോയെ. ഈ ലോക സുഖമെനിക്കിനി വേണ്ട ഈശോയെ, നീ മാത്രം മതി എനിക്കുമെന്നും ഈശോയെ. പാപത്താൽ നിന്നെ പിരിയുവാൻ എന്നെ നീ ഇടയാക്കരുതേ. പാപം പൊറുത്തെന്നെ പുണരണേ എൻ്റെ ഈശോയെ, എൻ്റെ ഈശോയെ. ഒരിത്തിരി ഇടം തരുമോ എന്നീശോയെ, നിൻ ഹൃത്തിലെന്നെ ചേർത്തിടുമോ? നിന്റെ സ്നേഹം ഞാൻ നുകർന്നോട്ടെ, നിന്റെ ഹൃത്തിൽ ഞാനൊന്നലിഞ്ഞോട്ടെ. നിന്റെ സ്നേഹം ഞാൻ നുകർന്നോട്ടെ, നിന്റെ ഹൃത്തിൽ ഞാനൊന്നലിഞ്ഞോട്ടെ. എൻ്റെ ഈശോയേ, എൻ്റെ ഈശോയേ. പ്രൈസ് ദി ലോർഡ്. യേശുവെ നന്ദി, യേശുവെ സ്തുതി, യേശുവെ ആരാധന. മർക്കോസിന് സുവിശേഷം 11-ാം അധ്യായം 24-ാമത്തെ തിരുവചനം. അതിനാൽ ഞാൻ പറയുന്നു, പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുന്നതെന്തും ലഭിക്കുമെന്ന് വിശ്വസിക്കുവിൻ, നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും. യേശു പറയുകയാണ്, പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുന്നതെന്തും ലഭിക്കുമെന്ന് വിശ്വസിക്കുവിൻ, നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും. നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും. ഈശോ ഈ വചനം പറയുന്നതിന് ഒരു പശ്ചാത്തലമുണ്ട്.
യേശു ശിഷ്യന്മാരൊത്ത് ഒരു ദിവസം നടന്നു പോകുമ്പോഴത്തേക്ക് അവിടത്തേക്ക് വിശക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അകലെ ഒരു അത്തിവൃക്ഷം തളിരിട്ട് നിൽക്കുന്നത് കണ്ടു. അതിൽ നിന്ന് എന്തെങ്കിലും കിട്ടുമെന്ന് കരുതി ഈശോ അത്തിവൃക്ഷത്തെ സമീപിച്ചു. വചനം പറയുന്നു അത് അത്തിപ്പഴങ്ങളുടെ കാലഘട്ടമല്ലായിരുന്നു. പ്രിയമുള്ളവരെ, അതിൽ നിന്നും ഇലകളല്ലാതെ അതിൽ യാതൊരു ഫലവും ഇല്ല എന്ന് കണ്ടപ്പോൾ യേശു പറഞ്ഞു, ഇനി ആരും ഇതിൽ നിന്നും ഭക്ഷിക്കാതിരിക്കട്ടെ. അതിനുശേഷം അവിടുന്ന് ശിഷ്യന്മാരൊപ്പം കടന്നുപോയി. അടുത്ത ദിവസം യേശു ശിഷ്യന്മാരും അതുവഴി വീണ്ടും കടന്നു വരുമ്പോൾ പത്രോസ് ആ മരത്തെ ഒന്ന് നോക്കി. അപ്പോൾ അവൻ കണ്ട കാഴ്ച ഇതാണ്, അത് സമൂലം ഉണങ്ങിപ്പോയിരിക്കുന്നു. യേശുവിനെ വിളിച്ച് കാണിക്കുകയാണ്, ഇതാ നീ ശപിച്ച ആ വൃക്ഷം സമൂലം ഉണങ്ങിപ്പോയിരിക്കുന്നു. അപ്പോൾ യേശു അവനോട് പറയുകയാണ്, സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ദൈവത്തിൽ വിശ്വസിക്കുക. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ആരെങ്കിലും ഈ മലയോട് ഇവിടെ നിന്ന് മാറി കടലിൽ ചെന്ന് വീഴുക എന്ന് പറയുകയും ഹൃദയത്തിൽ ശങ്കിക്കാതെ താൻ പറഞ്ഞത് സംഭവിക്കുമെന്ന് വിശ്വസിക്കുകയും ചെയ്താൽ സംഭവിക്കുക തന്നെ ചെയ്യും. ആദ്യം അവിടെ പറയുന്നുണ്ട്, വിശ്വാസം എന്ന് പറയുന്നത് ഒരു ഏറ്റുപറച്ചിലാണ്. ഇവിടെ നമ്മൾ കാണുകയാണ്, ഹൃദയത്തിൽ ശങ്കിക്കാതെ താൻ പറഞ്ഞത് എന്താണാവോ പറയുന്നത്? ഈ മല ഇവിടെ നിന്ന് മാറി കടലിൽ ചെന്ന് വീഴുക എന്നുള്ളത്. മാറിപ്പോവൂ, അത് സംഭവിക്കൂ. പലപ്പോഴും ആൾക്കാർ പ്രാർത്ഥിക്കാൻ വരുന്ന കാര്യം വലുതാണ്. എന്നിട്ട് അവർ തന്നെ ഇങ്ങനെ ചിന്തിക്കും, ഇത് നടക്കുമോ? അസാധ്യമായ കാര്യമാണ്. ഒരിക്കലും സാധ്യമല്ലാത്ത ലോകത്തിന് മുമ്പ് കണ്ണുകൊണ്ട് കണ്ടു കഴിഞ്ഞാൽ ഒരിക്കലും അത് സാധ്യമല്ല. അറിയാണ്, ഇത് സാധിക്കണം. ഒരിക്കൽ ഞാൻ ഈ വിഷയത്തെക്കുറിച്ച് കുഞ്ഞുങ്ങൾക്ക് ക്രിസ്ത്യൻ ധ്യാനത്തിനിടയിൽ ഞാൻ വിഷയവുമായി ബന്ധപ്പെട്ട് സംസാരിക്കാനിടയായി. അപ്പം ഞാൻ പറഞ്ഞു, നിങ്ങളുടെ ജീവിതത്തിൽ ഒരു അസാധ്യമെന്ന് കരുതുന്ന ഒരു കാര്യത്തോട് നിങ്ങൾ പറയുക, അത് നടക്കട്ടെ എന്ന് പറഞ്ഞാൽ അത് നടക്കുമെന്ന് പറയാം. യേശുവിൻ്റെ നാമത്തിൽ അത് പറഞ്ഞാൽ അത് സംഭവിക്കുക തന്നെ ചെയ്യും. ചില ഉദാഹരണങ്ങളൊക്കെ അവരോട് പറയാനിട്ടിടയായി. ഇത് കേട്ടുകൊണ്ടിരുന്ന 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി ധ്യാനം കഴിഞ്ഞ് അവൻ്റെ വീട്ടിലേക്ക് പോയി. വീട്ടിൽ ചെന്നിട്ട് അവൻ്റെ വീട്ടിൽ അവൻ്റെ വല്യപ്പച്ചൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൻ്റെ അപ്പൻ വെച്ച് പിടിപ്പിച്ച ഒരു വലിയ മാവുണ്ട്. 10-30 വർഷങ്ങൾക്ക് മുകളിൽ പ്രായമുള്ളൊരു മാവാണ്. എല്ലാ വർഷവും അത് പൂക്കും. കണ്ണു പിടിക്കാത്ത മണൽത്തരി പോലത്തെ ചെറിയ കുഞ്ഞു മാങ്ങ പോലും ഉണ്ടാവും. ഒരെണ്ണവും പാകമായില്ല, മുഴുവനും ആ പൂവോടുകൂടി നിലത്ത് കിടക്കും. 30 വർഷത്തിന് മുകളിലായി ഒരു മാങ്ങ പോലും അതിനകത്ത് പിടിച്ചിട്ടില്ല. അവനിങ്ങനെ ചിന്തിച്ചു, ഇത് അസാധ്യമായൊരു കാര്യമാണ്. ഇതിനകത്ത് മാങ്ങ ഉണ്ടാകുക എന്ന് പറയുന്നത് അസാധ്യമായ ഒരു കാര്യമാണ്. അവൻ എന്താ അറിയാമോ? അവൻ ഈ വചനം വിശ്വാസത്താൽ ഏറ്റുപറയാൻ തുടങ്ങി. അവൻ ഇങ്ങനെ പറഞ്ഞു, ഈ മാവിനോട് ഇങ്ങനെ പറഞ്ഞു, യേശുവിൻ്റെ നാമത്തിൽ ഞാൻ നിന്നോട് കൽപ്പിക്കുന്നു, മാങ്ങ ഉണ്ടാകട്ടെ. നീ പൂ പ്രയോഗിക്കുമ്പോൾ അതിനർത്ഥം ഇതിൽ ഫലം ഉണ്ടാവുമെന്നാണ്. ആകയാൽ ധാരാളം ഫലങ്ങളുണ്ടാകട്ടെ, യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. വിശ്വാസത്തോടെ പറഞ്ഞു. യേശുവിൻ്റെ നാമത്തിൽ അവൻ പറഞ്ഞു. ആ മരത്തിനു ചുറ്റും എല്ലാ ദിവസവും നടന്ന് പ്രാർത്ഥിക്കും. എല്ലാ ദിവസവും മരത്തെ കൈവച്ചുകൊണ്ട് പ്രാർത്ഥിക്കും. അസാധ്യമെന്ന് കരുതുന്ന കാര്യമാണ്. യേശുവിൻ്റെ നാമത്തിൽ അവൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. പ്രിയമുള്ളവരെ, ആ വർഷത്തിൽ മാവ് പൂത്തു. മാവിൽ ചെറിയ മണൽത്തരി പോലത്തെ ചെറിയ മാങ്ങകൾ ഉണ്ടാകാൻ തുടങ്ങി. അത് ഒരെണ്ണം പോലും നിലത്ത് വീണില്ല, മുഴുവൻ ഒരു മാങ്ങകളായിട്ട് മാറി. ആ മാങ്ങ മുഴുവനും മാവിൽ നിന്നും പാകമായപ്പോൾ പറിച്ചു. അത് വിറ്റു. കുറച്ച് മാങ്ങ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന പച്ചമാങ്ങയും വിറ്റ മാങ്ങ മുഴുവൻ പൈസയും ഒരു പ്ലാസ്റ്റിക് കിറ്റിലാക്കിയിട്ട്
ധ്യാനകേന്ദ്രത്തിൽ കൊണ്ടുവന്നു. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. പ്രിയമുള്ളവരെ, പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുന്നത് എന്ത് ലഭിക്കുമെന്ന് വിശ്വസിക്കുവിൻ, അത് ലഭിക്കുക തന്നെ. എത്ര അസാധ്യമെന്ന് കരുതുന്ന കാര്യമാണെങ്കിൽ ഈ കാര്യത്തോട് മാറിപ്പോകാൻ പറഞ്ഞാൽ മാറിപ്പോയിരിക്കും. പ്രിയമുള്ളവരെ, ഞാനിത് പറയുന്ന സമയത്ത് ഈ വിവരം എൻ്റെ ഒരു സുഹൃത്തിൻ്റെ വീട്ടിൽ ആ സുഹൃത്തിൻ്റെ ചേട്ടൻ്റെ മകൾ ചെന്ന് പറയാനിട്ടിടയായി. പ്രിയമുള്ളവരെ, ദിവസങ്ങളിൽ ഞാൻ ആ വീട്ടിൽ പോകാനിട്ടിടയായി. അവിടെ ചെന്നപ്പോഴത്തേക്കും അവർ എന്നെ വിളിച്ച് അവരെ വീടിൻ്റെ പുറകുവശത്തേക്ക് കൊണ്ടുപോയി. അപ്പോൾ അവിടെ ചെന്നപ്പോഴത്തേക്കും ഒരു നാരങ്ങ മരം നിൽക്കുക. അപ്പോൾ അവിടെ ഒരു ഊഞ്ഞാലൊക്കെ ഉണ്ട്. അപ്പോൾ എൻ്റെ വിചാരം ഊഞ്ഞാലാട്ടം കൊണ്ടുപോകാമെന്ന് വിചാരിച്ചത്, പിള്ളേരൊക്കെ ഉണ്ട്. പക്ഷെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും അവർ പറഞ്ഞു, ഈ നാരങ്ങ മരം കണ്ടോ, 15 വർഷമായി ഇവിടുത്തെ ഇച്ചാച്ചൻ വെച്ച് പിടിപ്പിച്ചതാണ്. ഇതിൽ ഫലം ഉണ്ടാകാൻ വേണ്ടി ഇറച്ചി കഴിയ വെള്ളം, മീൻ കഴിയ വെള്ളം, പലതരത്തിലുള്ള വളങ്ങളും പലതും അതിനകത്ത് ഒഴിച്ചു നോക്കി, പല വളങ്ങളും ചെയ്തു, പക്ഷേ അതിന് ഫലമില്ല. അപ്പം ഞാൻ പറഞ്ഞു, വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നതെന്തും ലഭിക്കും. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നത് എന്തും ലഭിക്കും. ഈ വചനം കർത്താവ് പറഞ്ഞ ഈ വചനം പറഞ്ഞു. അവരാ എന്ത് ചെയ്തെന്നറിയാമോ? ആ മരത്തിന് ചുറ്റും 5 or 6 വയസ്സ് പ്രായമുള്ള തൻ്റെ മകളെയും കൊണ്ട് ചുറ്റും നടന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. എല്ലാ ദിവസവും പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഏതാനും മാസങ്ങൾക്ക് ശേഷം ഒരു പ്രത്യേക സാഹചര്യത്തിൽ ആ വീട്ടിൽ പിന്നീട് ഒരിക്കൽ കൂടി പോകാനിട്ടിടയായി. ചെന്ന പാടെ ആ വീട്ടുകാരെന്നെ വിളിച്ച്, ചേച്ചി എന്നെ വിളിച്ച് പുറത്തേക്ക് കൊണ്ടുപോയി, നാരങ്ങാമരത്തിൻ്റെ ചുവട്ടിലേക്ക് കൊണ്ടുപോയി. പ്രിയമുള്ളവരെ, ആ നാരങ്ങാമരത്തിൻ്റെ ശാഖകളെല്ലാം ഇങ്ങനെ താന്നിങ്ങനെ കിടക്കുകയാണ്, നിവർ നീക്കുന്നത് താളന്ന് കിടക്കുന്ന പോലെ കിടക്കുകയാണ്. ഒരു ശാഖ പിടിച്ച് ഉയർത്തിയപ്പോൾ കാണുന്ന കാഴ്ച, അതിൻ്റെ അടിഭാഗത്ത് ധാരാളം നാരങ്ങ പാകമായിട്ട് കിടക്കുക. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. പ്രിയമുള്ളവരെ, കർത്താവിൻ്റെ നാമത്തിൽ നമ്മൾ പ്രാർത്ഥിച്ചാൽ അത് സാധിച്ചു കിട്ടും. നമ്മുടെ ജീവിതത്തിൽ അസാധ്യമെന്ന് കരുതുന്ന എന്തെങ്കിലും ഉണ്ടോ? ഒരു രോഗമായിക്കൊള്ളട്ടെ. ഇത് നാരങ്ങ മരത്തിന് മാത്രമല്ല, നാരങ്ങ മരത്തിന് നമ്മൾ മനുഷ്യരായ നമ്മുടെ ജീവിതത്തെ നമുക്ക് നോക്കാം. നമ്മുടെ ജീവിതത്തിന് അസാധ്യമെന്ന് കരുതുന്നതായ കാര്യങ്ങളെ നിങ്ങൾ ഓർത്തു നോക്കുക. അതെന്തുമായിക്കൊള്ളട്ടെ, ചെറുതായിക്കൊള്ളട്ടെ, വലുതായിക്കൊള്ളട്ടെ, ചെറിയ കാര്യമായിക്കൊള്ളട്ടെ, വലിയ കാര്യമായിക്കൊള്ളട്ടെ, ആ കാര്യം ദൈവത്തിൻ്റെ ഹിതമാണ് നടക്കേണ്ടതുണ്ടെങ്കിൽ നിങ്ങൾ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചാൽ അപ്പോൾ തന്നെ നിങ്ങൾക്ക് മറുപടി കിട്ടും. നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ആ നിമിഷം തന്നെ ദൈവം പ്രവർത്തിച്ചു തുടങ്ങും. നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ആ നിമിഷം തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം പ്രവർത്തിച്ചു കൊള്ളും. രോഗിയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് പ്രവർത്തിക്കും. നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് പ്രവർത്തിക്കും. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ പാപത്തിൻ്റെ കെട്ടുകളിൽ കഴിയുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്രാർത്ഥിക്ക്, നിങ്ങൾക്ക് വിടുതലുണ്ടാകും. വിട്ടുമാറാത്ത തടക്ക് ദോഷങ്ങളിൽ കഴിയുന്നവരാണ് നിങ്ങൾ പ്രിയപ്പെട്ടവരാരെങ്കിലും ഏതെങ്കിലും തടക്ക് ദോഷത്തിൽ കഴിയുന്നവരുണ്ടെന്ന് കരുതിക്കൊള്ളാം. ഉദാഹരണം, മദ്യപാനത്തിന് ദുശീലത്തിലായിക്കൊള്ളട്ടെ. പട്ടായച്ചനൊരിക്കൽ അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തെ ശാലോൻരൂവിലൂടെ പറയുന്നത് ഞാൻ ഇപ്രകാരം കേട്ടു. അച്ഛൻ്റെ അച്ഛൻ്റെ ഇടവയിലായിരിക്കുമ്പോൾ ഒരു ചേച്ചി വന്ന് വളരെ സങ്കടപ്പെട്ട് കരയുന്നത് കണ്ടു. അപ്പോൾ അവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന വല്യമ്മച്ചി ഒരു അമ്മാമ്മ ചോദിച്ചു, എന്തിനാടി നീ കരയുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ ഈ ചേച്ചി പറഞ്ഞു, എൻ്റെ ഭർത്താവ് കുടിയനാണ്, അയാൾ കുടി നിർത്തുന്നില്ല, വീട്ടിലൊരു സമാധാനമില്ല, വർഷങ്ങളായി മദ്യപാനത്തിന് അടിമയാണ്. ഉടനെ ഈ അമ്മച്ചി പറഞ്ഞു, അതിന് എന്തിനാടി മോളെ നീ കരയുന്നത്, വാ നമുക്ക് കൊന്തയൊല്ലി പ്രാർത്ഥിക്കാം. അങ്ങനെ ഈ അമ്മച്ചി ഈ മകളെ വിളിച്ചിരുത്തി ജപമാല ചൊല്ലി വിശ്വാസപൂർവ്വം ആ മകന് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങി. പ്രിയമുള്ളവരെ, ഏതാനും നാളുകൾ കഴിഞ്ഞപ്പോഴത്തേക്കും മദ്യപാനത്തിൻ്റെ അടിമത്തത്തിൽ കഴിഞ്ഞ ഈ മകനെ ആ പ്രാർത്ഥനയിലൂടെ സ്വാതന്ത്ര്യം ഉണ്ടായി. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ളവരെ, നിങ്ങൾ നോക്കേ, എത്ര നാളുകളെ പലതരത്തിലുള്ള പ്രാർത്ഥന നടത്തി, നേർച്ച കാഴ്ച നടത്തി, ചില കാര്യങ്ങൾ സാധിച്ചു കിട്ടുന്നില്ല, നടക്കുന്നില്ല. പ്രിയമുള്ളവരെ, വിശ്വാസത്തോടെ നീ പ്രാർത്ഥിച്ചാൽ നിൻ്റെ ജീവിതത്തിൽ ദൈവം അത്ഭുതം പ്രവർത്തിക്കും. ഒരിക്കൽ ചിറ്റൂർ ധ്യാനകേന്ദ്രത്തിൽ ധ്യാനം നടന്നുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ഒരു സഹോദരൻ കടന്നു വന്നു. ആ ധ്യാനത്തിൽ പങ്കെടുക്കാൻ വന്ന സഹോദരൻ, ആ സഹോദരൻ വളരെ വിഷമത്തോടുകൂടി ഇങ്ങനെ ഓഫീസിൽ വെച്ച് ഷെയർ ചെയ്യുന്നത് ഞാൻ കേട്ടു. ആ സഹോദരൻ വിദേശത്ത് പോകാൻ വേണ്ടി തനിക്ക് ഒരുപാട് പരിശ്രമിച്ചു. പല സ്ഥലങ്ങളിൽ പോകാൻ നോക്കി, ഒന്നും നടന്നിട്ടില്ല. ഒരുപാട് കടബാധയും പ്രയാസങ്ങളൊക്കെ ഉണ്ട്. നല്ല വിദ്യാഭ്യാസ യോഗ്യതയുള്ള നല്ലൊരു ചെറുപ്പക്കാരനാണ്.
പക്ഷേ അയാൾ വിദ്യാഭ്യാസ യോഗ്യതയ്ക്കനുസരിച്ചുള്ള ജോലി കിട്ടുന്നില്ല, വളരെ പ്രയാസത്തിലാണ് ഇരിക്കുക. അപ്പോൾ അയാൾ വന്നിങ്ങനെ അയാളുടെ വിഷമമെല്ലാം പറഞ്ഞു. അപ്പോൾ അയാൾ പറഞ്ഞു, ഞാനിപ്പോൾ വന്നിരിക്കുന്നത് എനിക്കൊരു ജോലി കിട്ടാൻ വേണ്ടിയിട്ട് ഞാനൊരു കമ്പനി ഇൻ്റർവ്യൂ എടുത്തു. വിദേശ രാജ്യത്ത് വന്ന ആൾക്കാരുമായിട്ട് ഇൻ്റർവ്യൂവിൽ പങ്കെടുത്തു. എന്നെ സെലക്ട് ചെയ്തു, വിസ തരാമെന്ന് പറഞ്ഞു. അങ്ങനെ എൻ്റെ പാസ്പോർട്ടിൻ്റെ കോപ്പിയും മറ്റും മേടിച്ചുകൊണ്ട് പോയി. അവിടെ ഒരു വിസയ്ക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കാണ് മനസ്സിലാക്കുന്നത് എൻ്റെ അഡ്രസ്സിൽ എൻ്റെ പേര് പ്രകാരം എൻ്റെ പാസ്പോർട്ട് നമ്പർ പ്രകാരമൊക്കെ ഒരാൾ അവിടെ ആ രാജ്യത്തുണ്ട്. അയാളാകട്ടെ വലിയൊരു തട്ടിപ്പ് നടത്തി ഇങ്ങനെ ഒളിച്ചു നടക്കുന്ന വ്യക്തിയാണെന്ന് മനസ്സിലായി. അപ്പോൾ എൻ്റെ പേരിൽ വേറൊരാൾ എൻ്റെ അഡ്രസ്സ് പ്രകാരം വിദേശ രാജ്യത്തുണ്ട്. അതിനാൽ ബ്ലാക്ക് ലിസ്റ്റിൽ പെടുത്തിയിരിക്കുകയാണ്. എനിക്ക് വിസ കിട്ടുന്നതിനെ റിജക്റ്റ് ചെയ്തു. പ്രിയമുള്ളവരെ, ഞാനാണെങ്കിൽ വിദേശ രാജ്യം കണ്ടിട്ടില്ല. പക്ഷെ ഞാനിങ്ങനെ അവിടെ എത്തി. ആകെ പ്രതിസന്ധിയാണ്. ഇതും കൊണ്ടിട്ട് GCC രാജ്യങ്ങളിലൊന്നും ജോലി ചെയ്യാൻ പറ്റത്തില്ല. കാരണം എല്ലാവരും ഇയാളെക്കുറിച്ച് ഇൻഫർമേഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും പല രാജ്യങ്ങളിൽ ആ രാജ്യക്കാർ കൊടുത്തിട്ടുണ്ട്. ഒരു രാജ്യത്ത് ഇറങ്ങാൻ പറ്റത്തില്ല. ഖത്തറിൽ പോകാൻ പറ്റത്തില്ല, കുവൈറ്റിൽ പോകാൻ പറ്റത്തില്ല, ബഹ്റൈനിൽ പോകാൻ പറ്റത്തില്ല, സൗദി പോകാൻ പറ്റത്തില്ല, UAE ഒരു എമിറേറ്റ്സിലും പോകാൻ പറ്റത്തില്ല. അങ്ങനെ ആകെ വിഷമത്തിലും പ്രതിസന്ധിയിലും ആയിരിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഈ മകനുമായിട്ട് ഞാൻ സംസാരിച്ചു. കർത്താവിൻ്റെ ഈ വചനം അവനോട് ഞാൻ കൊടുത്തു. എന്നിട്ട് അവനോട് പറഞ്ഞു, മോനെ, നിൻ്റെ ജീവിതത്തിൽ മല പോലെ നിൽക്കുന്ന പ്രശ്നം എന്താ? മാറ്റാൻ പറ്റാത്ത, ഒരിക്കലും പരിഹരിക്കാൻ പറ്റാത്ത പ്രശ്നം ഏതാ? നിൻ്റെ പേരിൽ നിൻ്റെ അഡ്രസ്സ് പ്രകാരം വേറൊരാൾ പാസ്പോർട്ടിൽ വിദേശ രാജ്യത്ത് ജോലി ചെയ്യുന്നു. ഇതല്ലേ? ഇത് മല പോലെ പ്രശ്നം, ഇതൊരിക്കലും പരിഹരിക്കപ്പെടാൻ പറ്റാത്തതാണ്. ഈ മല പോലെ ഇരിക്കുന്ന പ്രശ്നം പരിഹരിക്കപ്പെടാൻ വേണ്ടി യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കാം. പ്രിയമുള്ളവരെ, അവൻ വിശ്വസിച്ചു. അവൻ യേശുവിൻ്റെ നാമത്തിൽ അവൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. പ്രിയമുള്ളവരെ, യേശുനാമത്തിൽ അവനിങ്ങനെ പ്രാർത്ഥിച്ചു, യേശുവേ, നിൻ്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. എൻ്റെ ജീവിതത്തിൽ ഞാൻ ആ രാജ്യത്തിലെത്തുന്നതിന് തടസ്സമായി നിൽക്കുന്ന നിയമപരമായിട്ടുള്ള ഈ കുരുക്കിൽ നിന്ന് എന്നെ മോചിപ്പിക്കണമേ. നിയമപരമായിട്ട് നിൽക്കുന്ന ഈ കുരുക്കിൽ നിന്ന് എന്നെ മോചിപ്പിക്കണമേ, എനിക്ക് വിടി നൽകണമേ എന്ന് പറഞ്ഞ് ഈ മകൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. പ്രിയമുള്ളവരെ, ഈ മകൻ ധ്യാനം കഴിഞ്ഞ് ധ്യാനകേന്ദ്രത്തിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് ഫോണുകൾ അവിടെ മേടിച്ച് വയ്ക്കും, മൊബൈൽ ഫോണുകൾ അവിടെ മേടിച്ച് വയ്ക്കും. അപ്പം ഈ മകൻ മൊബൈൽ ഫോണ് എടുത്ത് വീട്ടിലേക്ക് വിളിക്കുകയാണ്. വീട്ടിലേക്ക് വിളിക്കുമ്പോൾ വീട്ടുകാർ പറയുകയാണ്, നിൻ്റെ വിളി ഞങ്ങൾ കാത്തിരിക്കുകയാണ്. കാരണം ഇന്നലെ വിദേശത്ത് നിന്ന് ഫോൺ കോൾ വന്നു, നിൻ്റെ വിസയ്ക്ക് ഉള്ള തടസ്സങ്ങളെല്ലാം മാറി, നീയല്ല യഥാർത്ഥ അവിടെ പറയുന്ന കുറ്റം ചെയ്തിരിക്കുന്ന വ്യക്തിയെന്ന് അവർക്ക് ബോധ്യപ്പെട്ടു. നിൻ്റെ പേരിൽ വിസ റെഡിയായെന്ന് അവർ പറയാനിടയായി. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. പ്രിയമുള്ളവരെ, നമ്മെ ബാധിക്കുന്ന നിരവധിയായ പ്രശ്നങ്ങളുണ്ട്. നമ്മെ ബാധിക്കുന്ന, നമ്മുടെ ജീവിതത്തെ സംബന്ധിക്കുന്ന അസാധ്യമെന്ന് കരുതുന്ന ധാരാളം പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്നുണ്ട്. ഇപ്പോൾ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന പലരുടെയും ജീവിതത്തിൽ അസാധ്യമെന്ന് കരുതുന്ന, ഒരിക്കലും സാധ്യമെന്ന് കരുതുന്ന ധാരാളം കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങളെ കർത്താവിൻ്റെ കരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് ഇപ്പോൾ ഈ നിമിഷം വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് കണ്ണുകളടയ്ക്കാം. നിങ്ങൾ പ്രാർത്ഥിക്കുക. കർത്താവായ യേശുവേ, ഞാൻ ഇപ്പോൾ ഈ രാത്രിയിൽ കർത്താവെ നിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു. നിൻ്റെ ആവശ്യം എന്താണെന്ന് ഇപ്പോൾ മൗനമായിട്ട് നീ പറയണം. നിൻ്റെ ജീവിതത്തിലെ അസാധ്യമെന്ന് കരുതുന്ന നിൻ്റെ ആവശ്യം എന്താണെന്ന് നീ അത് കാണണം മനസ്സിൽ. അത് കർത്താവിൻ്റെ കരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് അതിൻ്റെ തടസ്സങ്ങളെ യേശുവിൻ്റെ നാമത്തിൽ നീങ്ങിപ്പോകട്ടെ എന്ന് വിശ്വാസപൂർവ്വം നീ പ്രാർത്ഥിക്കുക. ഹൃദയത്തിൽ ശങ്കിക്കാതെ നീ ഇപ്പോൾ ദൈവസന്നിധിയിൽ പറഞ്ഞ കാര്യങ്ങൾ, അസാധ്യമെന്ന് നീ വിചാരിച്ചിരിക്കുന്ന നിൻ്റെ ജീവിതത്തിലെ പ്രയാസം നിറഞ്ഞ കാര്യങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ നീ പോയി നിൻ്റെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ ഒരു ഇടപെടലുണ്ടാകാൻ നീ ദൈവത്തോടിപ്പോൾ മൗനമായിട്ട് പ്രാർത്ഥിക്കുക. കർത്താവേ, നീ ഈ ആവശ്യത്തിൻ്റെ മേൽ ഇപ്പോൾ ഇറങ്ങി വരണമേ. അത് രോഗമായിരിക്കാം, വൈദ്യശാസ്ത്രം സുഖപ്പെടുത്താൻ കഴിയാത്തതും രോഗത്തിലായിരിക്കാം, കഷ്ടനഷ്ടങ്ങളിലായിരിക്കാം, ദുരിതത്തിലായിരിക്കാം, സാമ്പത്തിക പ്രതിസന്ധിയിലായിരിക്കാം, ദുശ്ശീലങ്ങളുടെ അടിമത്തത്തിലായിരിക്കാം. ഇപ്പോൾ പ്രാർത്ഥിക്കുക. യേശുവേ, നിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. യേശുവേ, എൻ്റെ ജീവിതത്തിന് എടുത്തു മാറ്റണമേ. ഞാനത് വിശ്വസിക്കുന്നു. പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുന്നത് എന്ത് ലഭിക്കുമെന്ന് വിശ്വസിക്കുവിൻ. ലഭിക്കുക തന്നെ ചെയ്യും. കുരിശ് രക്ഷയുടെ അടയാളമാണ്. സ്നേഹത്തിൻ്റെയും പങ്കുവെക്കലിൻ്റെയും മഹത്തായ അനുഭവം. ആ വലിയ രക്ഷയുടെ സാന്നിധ്യം നമ്മുടെ ജീവിതത്തെ സമ്പൂർണ്ണമാക്കട്ടെ. ഏവർക്കും ക്രിസ്തു സ്നേഹവും സമാധാനവും നേരുന്നു. പ്രാർത്ഥനയും നമുക്ക് പരസ്പരം ഓർമ്മിക്കാം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കാൻ മറക്കരുത്. eldroyvision.uae@gmail.com
ഞങ്ങളെ ഉണർത്തുന്ന പുതിയ പ്രഭാതം. അതിരുകൾ ഭേദിക്കും സ്നേഹത്തിൻ്റെ രശ്മികൾ ഞങ്ങളെ ഉണർത്തുന്ന പുതിയ പ്രഭാതം. മന്ന